സമാധാനത്തിനുള്ള മറ്റൊരു ശ്രമം കൂടി നടക്കുകയാണ്. പക്ഷേ ഇത്തവണ ചോദ്യം വെടിനിർത്തൽ ഉണ്ടാകുമോ എന്നത് മാത്രമല്ല, അതിലും നിർണായകമായ ചില ചോദ്യങ്ങളാണ് മുന്നിൽ. ഹമാസ് ആയുധം ഉപേക്ഷിക്കുമോ? ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറുമോ? ഹമാസിന് ശേഷം ഗാസ ഭരിക്കുക ആര്? ഗാസയുടെ സുരക്ഷ ആര് ഉറപ്പാക്കും? തകർന്ന ഗാസയെ പുനർനിർമ്മിക്കുക എങ്ങനെ? അതിലും പ്രധാനമായി ട്രംപ് ഭരണകൂടത്തിന്റെ 15-ന ഗാസ സമാധാന പദ്ധതി യഥാർത്ഥത്തിൽ നടപ്പാക്കാൻ കഴിയുമോ? ഇപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഒരു പുതിയ സമയപരിധിയും മുന്നിലെത്തിയിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ പശ്ചിമേഷ്യൻ ദൂതൻ ജെറാഡ് കുഷ്ണർ ഹമാസ് പ്രതിനിധികളുമായി കെയ്റോയിലും പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ജെറുസലേമിലും ചർച്ച നടത്തി. ചർച്ചകൾക്ക് പിന്നാലെ ഹമാസിന്റെ നിരായുധീകരണത്തിന്റെ ആദ്യ നടപടികൾ അടുത്ത 30 ദിവസത്തിനുള്ളിൽ ആരംഭിക്കാമെന്ന സൂചനയാണ് കുഷ്ണർ നൽകുന്നത്. അപ്പോൾ 30 ദിവസം കൊണ്ട് ഗാസയിൽ എന്താണ് മാറാൻ പോകുന്നത്? ട്രംപിന്റെ പദ്ധതി യഥാർത്ഥ സമാധാനത്തിലേക്കുള്ള വഴിയാണോ, അതോ പരസ്പരം വിശ്വാസമില്ലാത്ത രണ്ട് പക്ഷങ്ങൾക്കിടയിലെ മറ്റൊരു പരാജയപ്പെട്ട സമാധാന ശ്രമമോ? വിശദമായി പരിശോധിക്കാം. ട്രംപിന്റെ ഗാസ പദ്ധതി വെറും വെടിനിർത്തൽ നിർദ്ദേശമല്ല. വെടിനിർത്തലിന് ശേഷം ഗാസ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു യുദ്ധാനന്തര രാഷ്ട്രീയ സുരക്ഷാ ഭരണ പുനർനിർമ്മാണ കർമ്മ പദ്ധതിയാണത്. പദ്ധതിയുടെ അടിസ്ഥാന ഘടന 5 കാര്യങ്ങളിലാണ്. 1. ഹമാസിന്റെയും മറ്റ് സായുധ സംഘങ്ങളുടെയും നിരായുധീകരണം. 2. ഇസ്രായേൽ സൈന്യത്തിന്റെ ഘട്ടം ഘട്ടമായ പിന്മാറ്റം. 3. ഹമാസിന് പകരം പുതിയ പലസ്തീൻ ഭരണ സംവിധാനം. 4. ഗാസയുടെ സുരക്ഷയ്ക്കായി അന്താരാഷ്ട്ര സംവിധാനം. 5. ഗാസയുടെ പുനർനിർമ്മാണം. അതായത് യുദ്ധം നിർത്തുക എന്നതിൽ മാത്രം പദ്ധതി അവസാനിക്കുന്നില്ല. യുദ്ധാനന്തര ഗാസയെ എങ്ങനെ പുനഃസംഘടിപ്പിക്കാം എന്നതാണ് പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യം. പക്ഷേ ഇവ 5ഉം വേർതിരിച്ച ഘട്ടങ്ങളല്ല. ഒന്ന് നടക്കുമ്പോൾ മറ്റൊന്നും മുന്നോട്ട് പോകണം. അതാണ് പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇപ്പോൾ പദ്ധതിയിലെ ഏറ്റവും പുതിയതും നിർണായകവുമായ ഘട്ടത്തിലേക്ക് വരാം. ഹമാസിന്റെ നിരായുധീകരണം. കുഷ്ണറുടെ ചർച്ചകൾക്ക് പിന്നാലെ ഉയർന്നു വന്ന നിർദ്ദേശമനുസരിച്ച് അടുത്ത 30 ദിവസത്തിനുള്ളിൽ നിരായുധീകരണത്തിനുള്ള ആദ്യ നടപടികൾ ആരംഭിക്കാനാണ് ശ്രമം. എന്നാൽ 30 ദിവസത്തിനുള്ളിൽ ഹമാസ് പൂർണ്ണമായി നിരായുധീകരിക്കും എന്നല്ല ഇതിനർത്ഥം. അടുത്ത 30 ദിവസം എന്നത് നിരായുധീകരണം യഥാർത്ഥത്തിൽ ആരംഭിച്ചോ എന്ന് പരിശോധിക്കാനുള്ള ആദ്യ പരീക്ഷണ കാലമാണ്. ആദ്യഘട്ടത്തിൽ ആയുധങ്ങൾ ശേഖരിക്കുക, അവ സുരക്ഷിതമായി നിയന്ത്രണത്തിലാക്കുക, ഭാരമേറിയ ആയുധങ്ങളും സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും ഘട്ടം ഘട്ടമായി പ്രവർത്തനരഹിതമാക്കുക തുടങ്ങിയ നടപടികളാണ് ചർച്ചയിലുള്ളത്. അതിനാൽ ഇനി ചോദ്യം ഹമാസ് നിരായുധീകരണത്തിന് സമ്മതിക്കുമോ എന്നതല്ല, ആയുധം യഥാർത്ഥത്തിൽ കൈമാറുമോ എന്നതാണ്. ഇവിടെയാണ് പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം. ഹമാസ് ആയുധങ്ങൾ നേരിട്ട് ഇസ്രയേലിന് കൈമാറുക എന്നതല്ല പദ്ധതിയുടെ ആശയം. ഗാസയുടെ പരിവർത്തന ഭരണത്തിനായി രൂപീകരിക്കുന്ന NCAG എന്ന ഭരണ സംവിധാനം ഇതിൽ പ്രധാന പങ്ക് വഹിക്കണം. ആയുധങ്ങൾ ശേഖരിക്കുക, അവയുടെ പട്ടിക തയ്യാറാക്കുക, സുരക്ഷിതമായി നിയന്ത്രണത്തിലാക്കുക, പിന്നീട് അന്താരാഷ്ട്ര പരിശോധനാ സംവിധാനത്തിന്റെ മേൽനോട്ടത്തിൽ അവ ഡീകമ്മീഷൻ ചെയ്യുക, അതായത് വീണ്ടും ഉപയോഗിക്കാനാവാത്ത വിധം പ്രവർത്തനരഹിതമാക്കുക. ഇതോടെ ഒരു നിർണായക മാറ്റമാണ് സംഭവിക്കുന്നത്. ഹമാസിൽ നിന്ന് ആയുധ നിയന്ത്രണം മാറുന്നു. പക്ഷേ അത് ആരുടെ കൈകളിലേക്ക് പോകും? പുതിയ പലസ്തീൻ ഭരണ സംവിധാനത്തിലേക്കും അന്താരാഷ്ട്ര മേൽനോട്ടത്തിലേക്കും. ഇതാണ് പദ്ധതിയുടെ സുരക്ഷാ ഘടനയുടെ അടിസ്ഥാനം. പക്ഷേ ഇസ്രായേൽ എന്തുകൊണ്ട് ഇപ്പോഴും സമ്മതിക്കുന്നില്ല? ഇസ്രായേലിന്റെ നിലപാട് വ്യക്തമാണ്. ഹമാസ് പൂർണ്ണമായി നിരായുധീകരിക്കാതെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറില്ല. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഉന്നയിക്കുന്ന പ്രധാന സുരക്ഷാ ആശങ്കയും ഇതുതന്നെ. ഹമാസിന് വീണ്ടും സൈനിക ശേഷി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഹമാസ് പറയുന്നത് ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണം, സൈനിക പിന്മാറ്റത്തിന് ഉറപ്പു നൽകണം, അതിനുശേഷമാണ് നിരായുധീകരണം മുന്നോട്ട് പോകുക എന്നാണ്. എന്നാൽ രണ്ടും ഒരേ സമയം ഘട്ടം ഘട്ടമായി നടക്കണമെന്ന നിർദ്ദേശമാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. ഇസ്രായേലും ഹമാസും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ ഗാസ സമാധാന ശ്രമത്തിന്റെ ഏറ്റവും വലിയ സ്തംഭനാവസ്ഥ. ട്രംപ് ഭരണകൂടത്തിന്റെ ആശയം വളരെ ലളിതമാണ്. ഒരാൾ ആദ്യം പൂർണ്ണമായി വഴങ്ങേണ്ടതില്ല, പകരം ഓരോ ഘട്ടവും പരസ്പരം ബന്ധിപ്പിക്കുക. അതായത് ഹമാസ് ഒരു ഘട്ടം നിരായുധീകരിക്കുന്നു, അത് പരിശോധിക്കുന്നു, അതിനുശേഷം ഇസ്രായേൽ ഒരു ഘട്ടം പിന്മാറുന്നു, വീണ്ടും നിരായുധീകരണം, വീണ്ടും പരിശോധന, വീണ്ടും പിന്മാറ്റം, അങ്ങനെ ഘട്ടം ഘട്ടമായി മുന്നോട്ട് പോവുക.
അതായത് നിരായുധീകരണവും സൈനിക പിന്മാറ്റവും പരസ്പരം ബന്ധിപ്പിക്കുക. ഇതാണ് ട്രംപിന്റെ പദ്ധതിയുടെ ഹൃദയം. പക്ഷേ ഈ സംവിധാനം വിജയിക്കണമെങ്കിൽ ഒരു കാര്യം നിർണായകമാണ്. രണ്ട് പക്ഷങ്ങളും അടുത്ത ഘട്ടം നടപ്പാക്കുമെന്ന് ഉറപ്പാക്കണം. അവിടെയാണ് വീണ്ടും വിശ്വാസത്തിന്റെ പ്രശ്നം വരുന്നത്. ഈ ചർച്ചയിൽ ഇപ്പോൾ ഏറെ പ്രാധാന്യമുള്ള മറ്റൊരു പദമാണ് യെല്ലോ ലൈൻ. വെടിനിർത്തൽ ക്രമീകരണത്തിന്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്ന നിർദ്ദിഷ്ട രേഖയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ സൈന്യം നിശ്ചയിച്ച രേഖയിലേക്ക് പിന്മാറണമെന്നാണ് ഹമാസിന്റെ ആവശ്യം. ഹമാസ് നിരായുധീകരണം ഉറപ്പാക്കിയ ശേഷം മാത്രമേ സൈനിക പിന്മാറ്റം ഉണ്ടാകൂ എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. അതുകൊണ്ട് യെല്ലോ ലൈൻ ഒരു ഭൂപടത്തിലെ രേഖ മാത്രമല്ല, ആരാണ് എത്രത്തോളം ആദ്യം നീങ്ങുന്നത് എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ അളവുകോലാണ്. യുദ്ധം അവസാനിച്ചാൽ അടുത്ത ചോദ്യം ഗാസ ഭരിക്കുക ആര് എന്നതാണ്. ഹമാസിന്റെ സൈനിക നിയന്ത്രണം അവസാനിപ്പിച്ചാൽ ഒരു അധികാരശൂന്യത ഉണ്ടാകാൻ പാടില്ല. അതിനാണ് NCAG എന്ന പരിവർത്തന ഭരണ സംവിധാനം. പൊതുസേവനങ്ങൾ, ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ, സാമ്പത്തിക പ്രവർത്തനങ്ങൾ, ദൈനംദിന ഭരണകാര്യങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ഹമാസിന് നേരിട്ടുള്ള ഭരണ നിയന്ത്രണം ഉണ്ടാകില്ല. പക്ഷേ ഇവിടെ വലിയൊരു പ്രായോഗിക പ്രശ്നമുണ്ട്. ഒരു ഭരണ സംവിധാനം കടലാസിൽ രൂപീകരിക്കുന്നത് എളുപ്പമാണ്. ഗാസയുടെ മണ്ണിൽ അത് പ്രവർത്തിപ്പിക്കുക എന്നതാണ് യഥാർത്ഥ വെല്ലുവിളി. ഹമാസിന് ഇപ്പോഴും സ്വാധീനമുള്ള ഒരു പ്രദേശത്ത് പുതിയ ഭരണ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കും? ഫലസ്തീൻ ജനത അതിനെ അംഗീകരിക്കുമോ? ഇതാണ് പദ്ധതിയുടെ രാഷ്ട്രീയ പരീക്ഷണം. ഇസ്രായേൽ സൈന്യം പിന്മാറിയാൽ അടുത്ത ചോദ്യം ഗാസയുടെ സുരക്ഷ ആര് ഉറപ്പാക്കും എന്നതാണ്. അതിനാണ് പദ്ധതിയിലെ അന്താരാഷ്ട്ര സ്ഥിരീകരണ സേന. വെടിനിർത്തൽ നിരീക്ഷിക്കുക, നിരായുധീകരണ നടപടികൾക്ക് പിന്തുണ നൽകുക, പലസ്തീൻ സുരക്ഷാ സേനയെ പരിശീലിപ്പിക്കുക, പൊതുസുരക്ഷ ഉറപ്പാക്കുക, മാനുഷിക സഹായത്തിന് സുരക്ഷ ഒരുക്കുക എന്നിവയായിരിക്കും സേനയുടെ പ്രധാന ചുമതലകൾ. പക്ഷേ ഇവിടെ മറ്റൊരു വലിയ ചോദ്യമുണ്ട്. ആരാണ് ഗാസയിലേക്ക് സൈനികരെ അയക്കുക? ഏത് രാജ്യങ്ങൾ? എത്ര സൈനികർ? അവരുടെ നിയമപരമായ അധികാരം എന്തായിരിക്കും? ഇസ്രയേലുമായി അവർ എങ്ങനെ ഏകോപിപ്പിക്കും? പലസ്തീൻ ഭരണകൂടവുമായി എങ്ങനെ പ്രവർത്തിക്കും? ഇവയ്ക്ക് വ്യക്തമായ ഉത്തരമില്ലെങ്കിൽ അന്താരാഷ്ട്ര സേന എന്ന ആശയം കടലാസിൽ തന്നെ തുടരും. ഗാസയുടെ ഭാവി സുരക്ഷയുടെ മാത്രം പ്രശ്നമല്ല. യുദ്ധം തകർത്ത വീടുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ, റോഡുകൾ, വെള്ളവിതരണം, വൈദ്യുതി, മുഴുവൻ അടിസ്ഥാന സൗകര്യവും പുനർനിർമ്മിക്കണം. പക്ഷേ ട്രംപിന്റെ പദ്ധതിയിൽ പുനർനിർമ്മാണവും സുരക്ഷയും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. ആദ്യം നിരായുധീകരണം, പിന്നെ സുരക്ഷ, തുടർന്ന് ഭരണ സംവിധാനം, അതിനുശേഷമാണ് പുനർനിർമ്മാണം നടക്കുക. അതായത് ഗാസയുടെ പുനർനിർമ്മാണം ഒരു മാനവീയ പദ്ധതി മാത്രമല്ല, അത് ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാണ്. ഇസ്രായേലിന്റെ നിലപാട് സുരക്ഷാ കണക്കുകൂട്ടലിൽ മാത്രം ഒതുങ്ങുന്നില്ല. നെതന്യാഹുവിന് ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദവുമുണ്ട്. ഹമാസ് പൂർണ്ണമായി നിരായുധീകരിക്കപ്പെടുന്നതിന് മുമ്പ് വലിയ സൈനിക പിന്മാറ്റം അംഗീകരിച്ചാൽ വലതുപക്ഷ സഖ്യകക്ഷികളുടെ ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വരും. ഒക്ടോബർ 27-ന് തിരഞ്ഞെടുപ്പ് നേരിടേണ്ടതിനാൽ നെതന്യാഹുവിന് സഖ്യകക്ഷികളെ പിണക്കാനാകില്ല. അതേസമയം അമേരിക്കയുടെ സമ്മർദ്ദം അവഗണിക്കാനും കഴിയില്ല. അതിനാൽ നെതന്യാഹുവിന്റെ മുന്നിലുള്ള രാഷ്ട്രീയ സമവാക്യം വളരെ സങ്കീർണമാണ്. വാഷിംഗ്ടണുമായുള്ള ബന്ധം സംരക്ഷിക്കണം, അതേസമയം സ്വന്തം സഖ്യകക്ഷികളെ നിലനിർത്തുകയും വേണം. അതുകൊണ്ടാണ് ചർച്ചകൾ തുടരുമ്പോഴും സുരക്ഷാ നിബന്ധനയിൽ ഇസ്രയേൽ വിട്ടുവീഴ്ച ചെയ്യാത്തത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലും ആഴ്ചകളിലും എന്താണ് ശ്രദ്ധിക്കേണ്ടത്? 1. ഹമാസ് യഥാർത്ഥ ആയുധ കൈമാറ്റം ആരംഭിക്കുമോ? 2. ആ ആയുധങ്ങൾ പരിശോധിക്കുന്നത് ആര്? പരിശോധന വിശ്വസനീയമാണോ? 3. അതിന് മറുപടിയായി ഇസ്രായേൽ സൈനിക പിന്മാറ്റത്തിന്റെ അടുത്ത ഘട്ടം അംഗീകരിക്കുമോ? 4. അന്താരാഷ്ട്ര സ്ഥിരീകരണ സേന യഥാർത്ഥത്തിൽ രൂപപ്പെടുമോ? 5. ഹമാസിന് ശേഷം ഗാസയുടെ ഭരണം NCAGക്ക് യഥാർത്ഥത്തിൽ ഏറ്റെടുക്കാൻ കഴിയുമോ? ഈ 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് പദ്ധതിയുടെ ഭാവി തീരുമാനിക്കുക. അപ്പോൾ ട്രംപിന്റെ ഗാസ പദ്ധതി വിജയിക്കുമോ? ഇപ്പോൾ അക്കാര്യത്തിൽ ഉറപ്പ് പറയാനാകില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇത് ഇനി ഒരു രാഷ്ട്രീയ പ്രഖ്യാപനത്തിന്റെ മാത്രം ഘട്ടത്തിലല്ല, നടപ്പാക്കാനുള്ള ആദ്യ പരീക്ഷണത്തിലേക്കാണ് പദ്ധതി നീങ്ങുന്നത്. അടുത്ത 30 ദിവസം അതുകൊണ്ട് നിർണായകമാണ്. ഹമാസ് ആദ്യ ചുവട് വെക്കുമോ? ഇസ്രായേൽ അതിന് മറുപടി നൽകുമോ? അമേരിക്ക ഇരു വിഭാഗത്തെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കുമോ? കാരണം ഗാസയിലെ പ്രശ്നം ഇപ്പോൾ സമാധാനം വേണമോ എന്നതല്ല, സമാധാനത്തിലേക്ക് ആദ്യം നീങ്ങുന്നത് ആര് എന്നതാണ്. അടുത്ത 30 ദിവസം അതിന്റെ ആദ്യ ഉത്തരം നൽകും.